ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ പ്രതികരിച്ച് ജയിൽ ഉപദേശക സമിതി അംഗം പി ജയരാജൻ. അടച്ച സെല്ലിന്റെ ഇരുമ്പഴി മുറിച്ചാണ് ഗോവിന്ദച്ചാമി പുറത്തു കടന്നത് എന്നാണ് പ്രാഥമിക വിവരമെന്നും ഇത് ഗൗരവമായി അന്വേഷിക്കേണ്ട വിഷയമാണ് എന്നും പി ജയരാജൻ പറയുന്നുണ്ട്. ജയിൽ ചാട്ടം ആസൂത്രിതമാണോ എന്ന് സംശയിക്കത്തക്ക നിലയിൽ ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും പ്രചാരണം അഴിച്ചുവിടുന്നുണ്ട് എന്നും പി ജയരാജൻ ചൂണ്ടിക്കാട്ടുകയാണ്. BJP മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ചൂണ്ടിക്കാട്ടിയാണ് ഈ വിമർശനം. സുരേന്ദ്രന്റെ പ്രതികരണം അധ്യക്ഷ സ്ഥാനം പോയ ശേഷമുള്ള മനോനില വ്യക്തമാക്കുന്നതാണ്. ഉള്ളിയേരിയും കുതിരവട്ടവും തമ്മിലുള്ള ദൂരം ചെറുതാണ് എന്നും പി ജയരാജൻ പരിഹസിച്ചിരിക്കുകയാണ്. കെ സുരേന്ദ്രന്റെ മനോനില പരിശോധിക്കണമെന്നും പി ജയരാജൻ പറയുകയാണ്. കുപ്രസിദ്ധ കുറ്റവാളി ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇന്ന് അതികാലത്ത് തന്നെ കേട്ടത്. അടച്ച സെല്ലിന്റെ ഇരുമ്പഴി മുറിച്ച് പുറത്തു കടന്നു എന്നാണ് പ്രാഥമിക വിവരം. ഇത് ഗൗരവമായ അന്വേഷണം ആവശ്യമുള്ള വിഷയമാണ്. ആ അന്വേഷണം സർക്കാർ ജാഗ്രതയോടെ നടത്തുമെന്ന് ഉറപ്പിക്കാം. എന്നാൽ ഈ ജയിൽ ചാട്ടം ആസൂത്രിതമാണോ എന്ന് സംശയിക്കത്തക്ക നിലയിൽ ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രചരണം അഴിച്ചുവിടുന്നുണ്ട്. അതിന്റെ തെളിവാണ് BJP നേതാവ് കെ സുരേന്ദ്രന്റെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം. സെൻട്രൽ ജയിൽ ഉപദേശക സമിതി അനൗദ്യോഗിക അംഗങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് സുരേന്ദ്രൻ നടത്തിയ പ്രസ്താവന BJP സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ടതിന്റെ ശേഷമുള്ള അദ്ദേഹത്തിന്റെ മനോനിലയാണ് വ്യക്തമാക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ ഉള്ളിയേരിയും കുതിരവട്ടവും തമ്മിൽ ദൂരം വളരെ ചെറുതാണ്. അദ്ദേഹത്തിന്റെ മനോനില പരിശോധിക്കാൻ BJP പ്രവർത്തകരോട് അഭ്യർത്ഥിക്കുന്നുവെന്നാണ് പി ജയരാജൻ പറഞ്ഞത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദച്ചാമി പിടിയിലായിരിക്കുകയാണ്. കണ്ണൂർ തളാപ്പിലെ ഒരു വീട്ടുവളപ്പിലെ കിണറ്റിൽ നിന്നാണ് ഗോവിന്ദച്ചാമിയെ പിടികൂടിയത് തന്നെ. ഇയാളെ കണ്ട് ദൃക്സാക്ഷികളുടെ മൊഴികൾ അനുസരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിൽ നിന്നും ഇയാളെ കണ്ടെത്തിയത്. ഇന്ന് പുലർച്ചെ 1:15 ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് എന്നാണ് CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം രാവിലെ 5 മണിക്കാണ് ജയിൽ അധികൃതർക്ക് ഒരാൾ ജയിൽ ചാടി എന്നുള്ള വിവരം ലഭിക്കുന്നത്. ട്രെയിനി ജയിൽ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് പോകുമ്പോൾ മതിലിൽ തുണി കാണുകയും തുടർന്ന് ജയിൽ അധികൃതരെ വിവരം അറിയിക്കുകയുമായിരുന്നു. സെല്ലിൽ പ്രതിയില്ല എന്ന് ഉറപ്പിച്ചതോടെ ജയിൽ വളപ്പിൽ മുഴുവൻ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീട് പോലീസിനെ അറിയിക്കുകയായിരുന്നു. 2011 ഫെബ്രുവരി 1 ട്രെയിൻ യാത്രക്കിടെ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് സൗമ്യ എന്ന യുവതി കൊല്ലപ്പെട്ട കേസിലാണ് ഗോവിന്ദച്ചാമി ജയിലിൽ കഴിയുന്നത്. എറണാകുളത്ത് നിന്നും ഷൊർണൂരിലേക്ക് പോകുകയായിരുന്ന തീവണ്ടിയിലെ വനിതാ കമ്പാർട്ട്മെന്റിൽ വെച്ചാണ് സൗമ്യ ക്രൂരമായി ആക്രമിക്കപ്പെട്ടത്. നേരത്തെ വിചാരണ കോടതി വധശിക്ഷ നൽകിയെങ്കിലും പിന്നീട് അത് ജീവപര്യന്തമായി കുറയ്ക്കുകയായിരുന്നു.